ഇന്റർവ്യൂ ഒന്ന് കഴിഞ്ഞാ മതിയായിരുന്നു. അതെന്താ ഇന്നിനി വേറെ വല്ല ഇന്റർവ്യൂ ഉണ്ടോ? ഈ ടെൻഷൻ ഒന്ന് മാറി കിട്ടുമല്ലോ. ഓ അങ്ങനെ. നിനക്ക് എന്താ വേണ്ടെന്ന് പറ. ഹാ, എന്ത് കഴിക്കാനാ? എനിക്ക് ഉച്ചയ്ക്ക് ഊണ് മതി. എല്ലാ ദിവസവും ഊണല്ലേ കഴിക്കുന്നേ? ഇന്ന് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും കഴിക്കാം. ഇതെന്താ പേസ്റ്റാ? പല്ല് തേക്കാത്ത ഭക്ഷണം കഴിക്കരുതെന്ന് ഓർമ്മിച്ചായിരിക്കും. പതുക്കെ, അത് ഇറ്റാലിയൻ ഡിഷാണ്, പാസ്ത. എന്തൊക്കെ പേരല്ലേ? നൂഡിൽസ്, എഗ് നൂഡിൽസ്, വെജിറ്റേറിയൻ നൂഡിൽസ് ആയല്ലോ. എനിക്ക് ഊണ് മതി. എടാ, നീ ഇവിടുത്തെ നൂഡിൽസ് ട്രൈ ചെയ്തിട്ടില്ലല്ലോ. ഇല്ല. എന്നാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ ടേസ്റ്റ് ആടാ. ആണോ? എനിക്ക് അത്രയ്ക്ക് ടേസ്റ്റ് ഒന്നും വേണ്ട. വിശപ്പ് മാറാൻ ഭക്ഷണം മതിയെന്ന്. പോരാ, ഇന്ന് നീ നൂഡിൽസ് തന്നെ കഴിക്കണം. എനിക്ക് ഇഷ്ടമല്ലേ കഴിക്കാൻ പറ്റൂ. എനിക്ക് ഊണ് മതി. ശരി, ഇന്ന് നീ ഊണാ കഴിക്കുന്നെങ്കിൽ ബില്ല് നീ തന്നെ കൊടുക്കണം. അല്ല, നൂഡിൽസാ കഴിക്കുന്നെങ്കിൽ ബില്ല് ഞാൻ കൊടുത്തോളാം. ഓ, ഇത് എന്തൊരു പരീക്ഷണ അത്. വിശന്നിട്ട് നല്ലൊരു ഊണ് കയറി ആശിച്ചും പോയി. ഗുഡ് ആഫ്റ്റർനൂൺ സർ, ഓർഡർ പ്ലീസ്. ഈ ഊണുണ്ടോ? മീൽസ്? മീൽസ്. യെസ് സർ. ഇവിടെ ഏതൊക്കെ ടൈപ്പ് ഓഫ് നൂഡിൽസ് ആണല്ലേ? മെനുവിലുള്ള എല്ലാം ഉണ്ട് മാഡം. ഞാൻ പറഞ്ഞില്ല ആനന്ദേ, ഇവിടുത്തെ മിക്സ് നൂഡിൽസ് ഭയങ്കര ഫേമസ് ആണ്. 2 മിക്സ് നൂഡിൽസ്. ഓക്കെ മാഡം. മീൽസ് ക്യാൻസൽ. ഓക്കെ. അല്ല, എന്റെ മീൽസ് അത് മതി. അങ്ങനെ ഇപ്പൊ നീ മീൽസ് കഴിക്കണ്ട. മാനം പോകാതെ നോക്കണേ എന്റെ നാരായണ. ഗുഡ് ആഫ്റ്റർനൂൺ Good സർ. afternoon. വെൽക്കം ടു അവർ കോഫി Thank ഷോപ്പ് you. സർ. Come on. എന്തൊക്കെയാണ് ഈ കോഫി ഷോപ്പിലെ സ്പെഷ്യാലിറ്റീസ്? സ്പെഷ്യാലിറ്റീസ് എല്ലാം സ്പെഷ്യലാണ്. ഫ്രഷ് പേസ്ട്രി, ഐസ്ക്രീം, കോഫി, ടീ എല്ലാം സ്പെഷ്യലാണ്. അതിരിക്കട്ടെ, അതല്ല ഞാൻ ചോദിച്ചത്. ഈ കോഫി ഷോപ്പിലെ പ്രത്യേകത എന്താണ്? ഇവിടെ പറഞ്ഞതെല്ലാം ഇവിടെ എല്ലാ കോഫി ഷോപ്പിലും കിട്ടുന്നതല്ലേ? അതിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ എന്താണുള്ളത്? അതാണ് ഉദ്ദേശിച്ചത്. വൃത്തി. വാട്ട്? വൃത്തി, ക്ലീൻ. സാറിന് ഇത്രയും വൃത്തി മറ്റെവിടെയും കാണാൻ പറ്റില്ല. ക്ലീനിങ്ങിന്റെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. എനിക്കൊരു ക്യാപിച്ചിനോ കൊണ്ടുവരും. ഓക്കെ ഓക്കെ. ഹലോ, സോറി, ഞാൻ ഡ്യൂട്ടിയിലാണല്ലോ. ദൈവമേ, ഫുഡ് ഇൻസ്പെക്ടറാ. ഞാൻ ഇച്ചിരി തിരക്കില്ല. ഞാൻ കുറച്ച് കണ്ട് തിരിച്ചു വിളിക്കാം കേട്ടോ. ഓ, രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ഓർഡർ ചെയ്തിരുന്നെങ്കിൽ ഇപ്പൊ കിട്ടിയേനെ. എടാ, പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരണ്ടടാ. അതിന് പ്രിപ്പയർ ചെയ്യേണ്ടതൊന്നും പറഞ്ഞില്ലല്ലോ. ഒന്ന് വേഗം തരാനല്ലേ പറഞ്ഞുള്ളൂ. വേഗം കൊണ്ടുവന്നാ പറയും ചൂടില്ല, പഴയതാന്നൊക്കെ. ചൂടാക്കി കൊണ്ടുവന്നാ പറയും അത് സെർവ് ചെയ്ത് താമസിച്ചു പോയിന്ന്. ഇതിൽ രണ്ടുന്ന് ഏതെങ്കിലും ആയിക്കഴിഞ്ഞാൽ ഹോട്ടലുകാർക്ക് തന്നെ കുറ്റം. ഓ, മാഡം ചൂടാവുന്ന കണ്ട ഇത് മാഡത്തിന്റെ റെസ്റ്റോറന്റ് മാതിരി ഉണ്ടല്ലോ. എടാ, ഇത് നമ്മൾ മലയാളികളുടെ പ്രശ്നമാണ്. എന്തിലും ഏതിലും കുറ്റം കണ്ടുപിടിക്കാന്നുള്ളത്. നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പാറു, നീ അധികം മലയാളികളെ പറ്റിയിട്ടൊന്നും പറയണ്ട. ഇപ്പൊ തന്നെ ഈ നൂഡിൽസ് വന്നാ നീ എങ്ങനെയാ കഴിക്കാൻ പോന്നെ? വിത്ത് ഫോർക്ക് ആൻഡ് സ്പൂൺ. അത് നമ്മുടെ സംസ്കാരമാണോ? അല്ല, ഈ ഫുഡും നമ്മളുടെ അല്ലല്ലോ. പിന്നെ എന്തിനാ ഇത് കഴിക്കുന്നേ? ബിക്കോസ് ഇറ്റ്സ് ടേസ്റ്റി. ഏതായാലും ഇതുപോലത്തെ ആയുധം കൊണ്ട് ഭക്ഷണത്തെ നേരിടേണ്ട ആവശ്യമൊന്നുമില്ല. ആയുധേ മൃഗങ്ങളെ വേട്ടയാടാനാ, അല്ലാതെ ചത്ത് കഴിഞ്ഞ് പ്ലേറ്റിലെത്തുമ്പോൾ കഴിക്കാനല്ല. അതൊന്നും മലയാളികൾക്ക് ചേർന്ന സംസ്കാരമല്ല. വേണ്ട, ഞാൻ മലയാളികളോട് ചേരാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. എടാ, ഫോക്കും സ്പൂണും ഉപയോഗിച്ച് കഴിക്കാൻ അറിയില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി. വെറുതെ മുൻകൂർ ജാമ്യമൊന്നും എടുക്കണ്ട. ശരി, ആയിക്കോട്ടെ. ഞാൻ എന്തായാലും കൈകൊണ്ടേ കഴിക്കുള്ളൂ. എന്റെ സംസ്കാരം വിട്ട് ഞാൻ കളിക്കില്ല. വേണ്ട, ഒന്ന് ദയവ് ചെയ്ത് നാറ്റിക്കാതിരുന്നാ മതി, പ്ലീസ്. ശ്രമിക്കാം. എന്താ, മലയാളി കഴിക്കുന്നില്ലേ? ഇതന്നെ ഒരു പിടി ആവശ്യത്തിൽ അധികമുണ്ട്. അതാ ഒരു പ്രശ്നം. മലയാള സംസ്കാരത്തിൽ ഇത്ര കഷ്ടപ്പെട്ട് ഞാൻ നിലനിർത്താൻ നോക്കുമ്പോൾ നീ ചുരുക്കണോ? ചുരുക്കി.